കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റണ ഒരു അടിപൊളി നെല്ലിക്കച്ചാറ് ഉണ്ടാക്കിയാലോ. കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് അടിപൊളിയല്ലേ ശരിക്കും. അപ്പോൾ നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്കയിൽ എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അങ്ങനത്തെ നെല്ലിക്ക ഒഴിവാക്കുക. കാരണം ഒരുപാട് നാളത് ഇരിക്കില്ല. ഇനി ഈ നെല്ലിക്ക ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനൊരു മസാല പൗഡർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക്, അതുപോലെ പെരിഞ്ചീരകം, ഉലുവയൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. കടുകാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടി വരും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരികളോടുകൂടെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമ്മുടെ നെല്ലിക്ക നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ടോ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നെല്ലിക്ക ഒന്ന് ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ കാണിക്കാം. കണ്ടോ, എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറുകൾക്ക് നന്നായിട്ട് തന്നെ വരിക. കൂടുതൽ നാൾ നമുക്ക് അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. വെളിച്ചെണ്ണയാണെങ്കിൽ അധികം നാൾ ഇരിക്കില്ല. ഇനി നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലൊക്കെ ചേർക്കാം. അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് ബ്രൗൺ ആയിട്ട് പോകണ്ട കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് മുറിച്ചതും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി വരണം. ഇനി ഇതിലേക്ക് നെല്ലിക്ക നമ്മൾ മുറിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് തന്നെ ചേർക്കാം കേട്ടോ. ഈ ഒരു അളവിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറഞ്ഞ തീയിൽ വെച്ച് നമുക്ക് ഈ ഒരു മസാല പൗഡർ നെല്ലിക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കോക്കനട്ട് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ് വിനീഗറാണെങ്കിലും ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അച്ചാർ റെഡി. അതിനു മുമ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.